ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വർക്ക്, ഹാൻഡ് റെയിൽ വർക്കിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇടുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 304 ഗ്രേഡുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ നമുക്ക് ടോപ്പ് റെയിലായിട്ട് മുകളിൽ കൈ പിടിക്കുന്ന ആ ഭാഗം കൊടുത്തിരിക്കുന്ന 2 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പും, പിന്നെയാണെങ്കിൽ അതിൻ്റെ മെയിൻ പില്ലറായിട്ടും ഒരു 3 പില്ലർ വരുന്നുണ്ട്. അത് കൊടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ വർക്കാണ്, ആ പില്ലർ കൊടുക്കാനുള്ള വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടൈല് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് 2.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഇറക്കി വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഇത് ഉറപ്പിക്കുന്നത് അതിൻ്റെ അത് നമുക്ക് ലിക്വിഡുണ്ട്, ആ ലിക്വിഡ് കെമിക്കലും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മളത് ഉറപ്പിക്കുന്നത്. അപ്പം 2.5 ഇഞ്ചിൻ്റെ തൂണ് വെച്ചു. ഇത് ആ തൂണാണ് കണ്ടോ, ഇങ്ങനെ സ്ക്വയർ കട്ട് ചെയ്തിട്ട് ഒരു ബേസ് കപ്പ് വരുന്നുണ്ട്. ഈ ബേസ് കപ്പ് ഇട്ട് എല്ലാം സെറ്റാക്കിയാണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതോട്ട് ഇടുമ്പം നമുക്ക് ആ കട്ടിങ്ങിൻ്റെ ജോയിൻ്റ് എല്ലാം ആ ബേസ് കപ്പിനുള്ളിൽ പോകും. അപ്പം അത് നല്ല ഭംഗിയായിട്ട് തന്നെ ആ കവർ ചെയ്യും. അപ്പോൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു കട്ടിങ്ങിൻ്റെയും ഒന്നും കാണത്തില്ല. ഇത് നമുക്ക് സെറ്റ് ചെയ്ത്, ഇത് 2 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പാണ് നമ്മൾ ടോപ്പിൽ കൊടുക്കുന്നത്. അത് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കോർണർ കട്ട് ചെയ്താണ്. ഇതോട്ട് ചരിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അത് ഒട്ടും ഗ്യാപ്പ് വരാത്ത വിധത്തിൽ നമ്മളത് ഗ്രൈൻഡ് ചെയ്തെടുത്ത്, അപ്പോൾ ഈ 2.5 ഇഞ്ച് പൈപ്പുമായിട്ട് ചരിഞ്ഞ് ചേരുമ്പം ഒട്ടും തന്നെ ഗ്യാപ്പ് കാണത്തില്ല. അപ്പോൾ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാനും ഒക്കെ ഭംഗിയായിരിക്കും. പോളിഷ് ചെയ്യുമ്പോൾ ഒക്കെ നല്ല കറക്റ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പുറത്തിട്ടാണ് കട്ടിങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ പാട് തറ വീഴാതിരിക്കാൻ പേപ്പറൊക്കെ ഇട്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെൽഡ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഗ്യാസ് വെൽഡ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ആർക്ക് വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്ലെക്സ് വന്ന് ഈ തീപ്പരി വന്ന് തറ വീഴുന്നു കഴിഞ്ഞാൽ ചെറിയ ഇങ്ങനെ കുത്തുകൾ വീഴും. അപ്പോൾ അത് പിന്നീട് പോളിഷ് ചെയ്ത് കളയേണ്ടതായിട്ടൊക്കെ വരും. അതൊക്കെ ഒരുപാട് പണിയാണ്. അപ്പോൾ ഇതുകൂട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഈ ഫ്ലോറിൽ വെച്ചാണ് ഇതിൻ്റെ ഡിഗ്രി കറക്റ്റ് ചെയ്യുന്നത്, ആ ഗ്യാപ്പ് ഇല്ലാതാക്കുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ മെഷർമെൻറ്റ്, ആ ഗ്യാപ്പ് ഇല്ലാതെ ഇതുപോലെ ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, ഇനി അത് ഗ്രൈൻഡ് ചെയ്തെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതൊട്ട് ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് വെൽഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ആ സ്റ്റേജിലുള്ള സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഈ താഴെ കൊടുത്തിരിക്കുന്ന പൈപ്പില്ലേ, അത് 16 mm പൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ചിൻ്റെ പിള്ളേരൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ അത് ബെൻഡായി പോകും. അതിന് പകരമായിട്ട് ഈ ചാനൽ ഇച്ചിരി വലുപ്പമുള്ള 16 mm പൈപ്പ് ഇട്ട് അത് ഭംഗിയാക്കാൻ വേണ്ടിയില്ലേ ഒരു ബോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇത് താഴോട്ടുള്ള സെക്ഷനാണ്. താഴെ ഒരു വുഡൻ പില്ലറാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 2000 രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്ന ഒരു പില്ലറാണ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ സെക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള അളവെല്ലാം എടുത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പം അത് ഇതിപ്പം എല്ലാം സെക്ഷനെല്ലാം കൊടുത്തു. ഇപ്പോൾ താഴോട്ടുള്ള സെക്ഷൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ബെൻഡ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെപ്പിലോട്ട് കയറ്റിയിട്ടത് നമുക്ക് അവിടെ സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ആ സ്റ്റെപ്പെല്ലാം നമുക്ക് പില്ലർ കൊടുത്തതുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇവർക്ക്? ഇനി ആ ടോപ്പിൽ ബോളൊക്കെ വന്നിട്ട് നമുക്കിനി വെൽഡിങ്ങും പോളിഷിങ്ങും ഉണ്ട്. അതെല്ലാം അടിപൊളിയാക്കണം. അപ്പം ഇതുപോലെയുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ എൻ്റെ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കയറി കണ്ടാക്കണം കേട്ടോ.